Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ദാറ്റ് മീൻസ് ഫ്രൈഡേ അനാലിസിസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെവൽസ് എല്ലാം ലോൺ പേപ്പേഴ്സ് ലെവൽസ് ആണ്. ലോൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, സോ നിഫ്റ്റി ചാർട്ടിലേക്ക് ഫസ്റ്റ് കിടക്കാം. നിഫ്റ്റി ചാർട്ട് യെസ്റ്റർഡേ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നലത്തെ മൂവിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ട്രെൻഡ് ലൈൻ ഈ ഒരു ട്രാങ്കിളാണ്. ട്രാങ്കിളിൻ്റെ ബിലോ പ്രൈസ് ഏത് സൈഡിലാണ് പ്രൈസ് മൂവ് ആവുന്നത് ആ ഒരു സൈഡിലേക്ക് നമുക്ക് മൂവ് കിട്ടും. പ്ലസ് ഈ ഒരു യെസ്റ്റർഡേ ഡേ ലോ, ദാറ്റ് മീൻസ് ഈ ഒരു ഡേ ലോ ഇത് ബ്രേക്ക് ഡൗൺ, ഇതിൻ്റെ ബിലോ പോയാൽ അപ്പോഴും സെൽ ഓഫ് ആണ്. ദാറ്റ് മീൻസ് ബോത്ത് സൈഡ് സെൽ ഓഫ് ആണ്. ആൻഡ് നമ്മുടെ ലെവൽസ് ആയിരുന്നു ആ ലെവലിൽ ലാസ്റ്റ് പ്രൈസ് ഇതിൻ്റെ ബിലോ പോയാൽ പിന്നെ വേറെ ലെവൽ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ചെറിയ സപ്പോർട്ട്സ് ഉണ്ടായിരുന്നു, ഇല്ലയെന്നല്ല, ബട്ട് യെസ് മേജർ സപ്പോർട്ട് നമ്മൾ ഇതായിരുന്നു. ആൻഡ് പ്രൈസ് ഇവിടെ വന്ന് കൺസോളിഡേഷൻ എടുത്തു. ആൻഡ് പ്രോപ്പർലി ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ ഈ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. ഇവിടെ ഒരു എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈസിലി നമുക്ക് ഫുള്ള് മൂവ് കിട്ടും. ഇത് പ്രോപ്പർ കൗണ്ട് ആയിരുന്നു, പ്രോപ്പർ മൂവ് ആയിരുന്നു. ഒരു ചേഞ്ചസ് ഇതിനകത്ത് ഇല്ല. എക്സാക്ട്ലി 1, 2, 3, 4 and 5 എക്സാക്ട്ലി പ്രോപ്പർ 5 മൂവ്. ആൻഡ് പ്രോപ്പർലി ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയിൽ ആൻഡ് ഇവിടെ ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്യും. ആൻഡ് ലാസ്റ്റ് പ്രോപ്പർലി മൂവാണ് മുകളിലേക്ക് പോയത്. അത് നിങ്ങൾ ക്യാപ്ചർ ചെയ്തോന്ന് എനിക്കറിയില്ല, ബട്ട് യെസ് ഇതാണ് നമ്മുടെ ടെക്നിക്കൽ അനലൈസിസ്, പ്യൂർ ടെക്നിക്കൽ. ദാറ്റ് മീൻസ് സപ്പോർട്ട്, എൻഡിങ് ഡയൽ പാറ്റേൺ ആൻഡ് ദെൻ ബ്ലാസ്റ്റ്. അതാണ് പ്രോപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലെവൽ. ടെക്നിക്കൽ അനലൈസിസ്, ടെക്നിക്കൽ പാറ്റേൺസ് എല്ലാം ഫോം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ കമൻറ്റ് ചെയ്തു എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയിക്കൊണ്ടിരിക്കുക. ഐ തിങ്ക് ഈ ഒരു ലെവൽ എവിടെയെങ്കിലും ആയിരുന്നു, ഈ ഒരു ഏരിയയിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ ഇവിടുന്ന് ഞാൻ ഗ്രാബ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാറ്റേൺ ഫോം ആകുമ്പോഴത്തേക്ക് ഗ്രാബ് ചെയ്യണം. പിന്നെ വേറെ ഒരു കാര്യം ഇത് പറയാനുള്ളതാണ്. സംടൈംസ് ഇത് ഇപ്പോൾ ഇന്ന് കണ്ടോ, ഇതൊരു ബ്രേക്ക് ഡൗൺ ആയി. സംടൈംസ് ബ്രേക്ക് ഡൗൺ ഇത് ഫേക്കാണ് എപ്പോഴും. ഇത് ഈ ബോത്ത് ഡയറക്ഷൻ, ബുള്ളിഷ് ഡയറക്ഷനിലായാലും ബിയറിഷിലായാലും എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ട് തരും, ഇങ്ങനെ ബ്രേക്ക് ഡൗൺ തരും. ഈ ഫേക്ക് ബ്രേക്ക് ഡൗൺ തരുമ്പോഴത്തേക്ക് എന്താണ്, അപ്പോൾ ഈ സ്പീഡ്, ഇതിൻ്റെ ഈ സ്പീഡ് നെക്സ്റ്റ് വരുന്ന സ്പീഡ് കൂടുതലായിരിക്കും, സ്പീഡി മൂവ് ആയിരിക്കും. ഓക്കെ, ഓർ പ്രോപ്പർലി റെസ്പെക്ട് ചെയ്യണമെങ്കിൽ പിന്നെ അത് സ്ലോലി 1, 2, 3, 4, 5 ആയിട്ട് വരും. മനസ്സിലായോ? അതാണ് ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും. ഫേക്ക് ബ്രേക്ക് ഡൗൺ മുകളിലേക്കാണെങ്കിൽ മറ്റേ നമ്മളെ ഞാൻ ചാർട്ട് റിവേഴ്സ് ആണ്. ഇത് ഫേക്ക് റിവേഴ്സ് അടിച്ചു കേട്ടോ ചാർട്ട്. ഇപ്പോൾ മീൻസ് ഫേക്ക് ബ്രേക്ക് ഔട്ട് എങ്ങനെ കാണിച്ചു. സോ താഴേക്ക് വരുമ്പോഴത്തേക്ക് സ്പീഡായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് എപ്പോഴും ഫേക്ക് ബ്രേക്ക് ഡൗൺ കാണിച്ചാൽ സഡൻ റിവേഴ്സ് അടിക്കുന്നത് സ്പീഡിലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാം. പിന്നെ മൂവ് കിട്ടണം എന്ന് വെച്ചാൽ മോസ്റ്റ്ലി. പക്ഷേ ഇത് മറക്കരുത് കേട്ടോ, ABC നമ്മുടെ കറക്ഷൻസ്, ABC നമ്മൾ ഈ കറക്ഷൻസിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ABC. സോ സിയിൽ മാത്രമേ ഇത് ഫോം ആവുള്ളൂ, ആവേണ്ടതാണ്. സി ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ കറക്ഷൻസിൽ മാത്രമേ ഇത് ഫോം ആവുള്ളൂ. ആൻഡ് ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് എൻഡിൻ്റെ റൂൾസാണ്. ഞാൻ വീണ്ടും പിൻ ചെയ്യുക, ആ വീഡിയോ വീണ്ടും പിൻ ചെയ്യുക. അതിൻ്റെ റൂൾസാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ അകത്ത് ഫുൾ പ്രോപ്പർലി 1, 2, 3, 4, 5 മൂവ് പ്രോപ്പർലി ഫോം ആവണം. ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞു തരാൻ വേണമെങ്കിൽ 1, 2, 3 ബോട്ടം. ഓക്കെ, ഈ 3 ബോട്ടം, ഇത് ഇങ്ങനത്തെ ഒരു 3 ബോട്ടം ഇത് കണ്ടോ, ഇത് 1, ഇത് 2 and 3 ബോട്ടംസ് എങ്ങനെ ഫോം ആവണം, മനസ്സിലായോ? 3 ലോ അടിക്കണം ഓർ 3 ടോപ്പ് അങ്ങനെ അടിക്കണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് അത് പ്രോപ്പർലി ഫോം ആയി എന്ന് പറയാൻ പാറ്റേൺ. മനസ്സിലായോ? പിന്നെ പ്ലസ് ഇവിടെ ഡൈവർജൻസ് കൂടി ഉണ്ടാവും. ഈ നമ്മൾ ബിയറിഷ് ഡൈവർജൻസ് ഉണ്ടല്ലോ, ഇവിടെ ഡൈവർജൻസ് കൂടി ഉണ്ടാവും. ഇത് കണ്ടോ, ഇവിടെ ബുള്ളിഷ് ഡൈവർജൻസ് ഉണ്ടായിരുന്നു. RSI നോക്കുവാണെങ്കിൽ ഡൈവർജൻസ് ഉണ്ടായിരുന്നു. താഴെ നോക്കിയിട്ട് ഡൈവർജൻസ് ഉണ്ടായിരുന്നു. കണ്ടോ, ഇത് ലോ ഹൈ. ഓക്കെ, സോ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. സോ നമുക്കിവിടെ ഈസിലി സ്കാൽപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയെല്ലാം പോട്ടെ. ഇനി നമുക്ക് നമ്മുടെ റെഗുലർ വ്യൂവർ ടെൽമ ചെയ്യാൻ, നമ്മുടെ റെഗുലർ വ്യൂവറാണ്. സോ ഇത് ചോദിച്ചായിരുന്നു, മീൻസ് മാർക്കറ്റ് ബിഗർ ടൈം ഫ്രെയിമിൽ എന്താണ് എങ്ങനെയാണുള്ളത്. അപ്പോൾ ആ ഒരു മൂവ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു 1, 2, 3. ഓക്കെ, ഇത് ഫുൾ ലെഗ് AI, ഇത് ബിയിലാണ് 1, 2, 3 ആൻഡ് C ഓൺ ഗോയിങ് ആണ് ബിഗർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, വേഗം ഞാൻ കാണിച്ചേക്കാം. ജസ്റ്റ് ഇത് ഫുള്ള് ഞാൻ കൗണ്ട് ചെയ്യുന്നത്, ഇത് A, ഇത് B ആൻഡ് C. സിയിൽ എത്ര മൂവ് ഉണ്ടാവും? 5 മൂവ് ഉണ്ടാവാറുണ്ട്. എത്ര? സിയിൽ 5 മൂവ്സ് ഉണ്ടാവാറുണ്ട്.
ഇനി നമ്മൾ സി കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 hour ചാർട്ടിലും വരിക. സി നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് നോക്കുന്നത് ഓക്കെ, ഇത് ശരിക്കും 1 2 3 4 and 5 ഇതുവരെ കാണുന്നില്ല. ബട്ട് ഇൻ കേസ് എനിക്ക് ഇവിടെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മൾ പ്രോപ്പർലി ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഇത് ഫുൾ 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, 4യുടെ കറക്ഷൻ ഓൺ ഗോയിങ് ആണ്, 5th ഇനി അടിക്കണം. മനസ്സിലായോ? 5th ഇനി അടിക്കാൻ കിടക്കുന്നുണ്ട്. ഐ തിങ്ക് സോ. ഓക്കെ, ബട്ട് അതിൻ്റെ കൺഫർമേഷൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ മാത്രം. ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തേക്കാം, ഈ ട്രയാങ്കിൾ. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടും, ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് കൺഫർമേഷൻ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് ഇനി അപ്പ് സൈഡ് കിടക്കുന്നു. ഓർ പിന്നെ ഇവിടെ ആൻറ്റിനാൽ പാറ്റേണും കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, അതാണ് ഈ ആൻറ്റിനാൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ മാർക്കറ്റ് ഐ ഫീൽ സോ ഇത് 4th ഇത് 4th ആണ് കറക്ഷൻ. 5th ഇനി കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറയാനുള്ളത് എന്താണ്, ഇപ്പോൾ ഈ 24,500 490 500 ഇതിൻ്റെ ബിലോ ഡെയിലി ടൈം ഫ്രെയിമിൽ ക്ലോസിങ് വന്നാൽ ബിയറിഷ് സൈനാണ്. ഫെർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഫെർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഇതൊരു ചാൻസ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബിലോവും പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, അതാണ് നമുക്കിനി ശ്രദ്ധിക്കണം. ദാറ്റ് മീൻസ് ഇൻ ഷോർട്ട് ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ ലോ കൂട്ടിക്കും. 460 ആണ്. യെസ്, ഇന്നത്തെ ലോ അല്ലേ 24,460. ഇതിൻ്റെ ബിലോ 24,450 ആണ് യൂഷ്വലി. ബട്ട് നമുക്ക് ഈ കുറച്ചുകൂടി വേണമെങ്കിൽ 500 ആണ്, 24,500 ആണ് അതിൻ്റെ ബിലോ ക്ലോസിങ് വന്ന ബെയറിഷ് സൈൻ ആണ്. ബട്ട് 24,460 വരെ നമുക്ക് നോക്കാം ഡെയിലി ടൈം ഫ്രെയിം. ഇത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്ന ജസ്റ്റ് ഒരു അനലൈസിസ് ആണ്. ഈ ബേസിൽ ആരും CP കോൾ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ ചെയ്യില്ല, ആരും ഒന്നും എടുക്കരുത് കേട്ടോ. സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. അനലൈസിസ് എല്ലാവരും കൂടി കറക്റ്റായിട്ട് പഠിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ഫ്യൂച്ചർ എല്ലാ ചാർട്ട്സിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ബിഗർ ടൈം ഫ്രെയിം 15 minutes ടൈം ഫ്രെയിം പോകാം. നാളത്തേക്ക് എന്താണ്? നാളത്തേക്ക് ഞാൻ കാണുന്നത് ഫസ്റ്റ് ഒരു ബൗൺസ് ആണ്. ബൗൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രോപ്പർലി ആൻറ്റിനൈൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടല്ലോ. പ്രോപ്പർലി ആൻറ്റിനൈൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി ഫോൾ വന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, സോ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ്. പിന്നെ വരുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ഗ്യാപ്പാണ്. ഓക്കെ, ഗ്യാപ്പ് ഉണ്ടാവും. ആൻഡ് പിന്നെ വരുന്ന റെസിസ്റ്റൻസ് ഈ ഒരു ഹൈ ആയിരിക്കും. ബ്ലാക്ക് ട്രെൻഡ് ലൈൻ കൂടി റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, പിന്നെ ഇത് കൗണ്ട് ചെയ്യാനാണെങ്കിൽ എങ്ങനെ കൗണ്ട് ചെയ്യുക? ഓക്കെ, 5 minutes ടൈം ഫ്രെയിമിൽ ഇൻ്റർവെൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എത്ര മൂവ് ചെയ്യില്ല? 1 2 3 4 and 5th ഓൺ ഗോയിങ് ആണ്. അപ്പോൾ 5 മൂവ്സ് കഴിഞ്ഞാൽ പിന്നെ 5 മൂവ്സ് നാളെ ഇൻ കേസ് ഫ്ലാറ്റ് ഓർ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 5 മൂവ്സ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ കറക്ഷൻ വരും, താഴേക്ക് വരും, പിന്നെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകും. ഓക്കെ, സോ സെക്കൻഡ് വേവ്, ഫസ്റ്റ് വേവ് 5 മൂവ്സ് കഴിഞ്ഞാൽ സെക്കൻഡ് കറക്ഷൻ വരും. ABC സ്മോൾ ടൈം ഫ്രെയിമിൽ ABC കറക്ഷൻ വരും. പിന്നെ അത് താഴെ സപ്പോർട്ട് എടുത്തിട്ട് 81.20%, 61.80 ഓർ 81.20% അവരവരെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. അപ്പോൾ ലോ നമ്മുടെ SL നമ്മൾ ഇതായിരിക്കും, ഇതിൻ്റെ ലോ തന്നെ. ഓക്കെ, ഇതിൻ്റെ ബിലോ പിന്നെ പോകാം. ഇതിൻ്റെ ബിലോ പോവുകയും പിന്നെ ഫർദർ ഫോളാണ്. പിന്നെ ഐ തിങ്ക് ഓവറോൾ സ്ട്രക്ചർ ചേഞ്ച് ആയി. പിന്നെ ഫർദർ ഡൗൺ സൈഡ് ബിഗർ ടൈം ഫ്രെയിമിലേക്ക് വരാൻ ചാൻസസ് ഉണ്ടാവും. പിന്നെ താഴേക്ക് ഒത്തിരി വലിയ ചാൻസസ് ഉണ്ടാവും. താഴേക്ക് വേണമെങ്കിൽ നമുക്ക് ലെവൽ ഡിസ്കസ് ചെയ്യാം. താഴത്തെ ലെവൽസ് നമുക്ക് പിന്നെ ഇതായിരിക്കും, ഈ ഒരു സപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻട്രാഡേ പർപ്പസിൽ സ്മോൾ ടൈം ഫ്രെയിം ബൗൺസ് തരാനുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് ഇത് വരുന്നത് 24,200. ഈ ഗ്യാപ്പ് പിന്നെ ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. 24th ഇവൻ വരാനുണ്ട്. ഇതിൻ്റെ പിന്നെ ബിലോ പിന്നെ ഫർദർ വീക്ക്നെസ് ഉള്ളൂ. ഓക്കെ, അതാണ് ആ ഒരു പിടിച്ച് വെച്ചേക്കുന്നതാണ് വരുന്നത്. സോ മോസ്റ്റ്ലി ചാൻസസ് മാർക്കറ്റ് ഇവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഈ ഒരു ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 4th വേവ് ആണ്. ഇൻ കേസ് 4th വേവിൻ്റെ റൂൾസ് എല്ലാവർക്കും അറിയാലോ. 4th വേവ് ആണെങ്കിൽ ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഓർ 333 കറക്ഷൻ എന്തെങ്കിലും ഫോം ആവണം. ട്രയാങ്കിൾ മോസ്റ്റ്ലി ചാൻസസിന് ട്രയാങ്കിൾ ഫോം ആവണം. ട്രയാങ്കിൾ ഫോം ആയി കഴിഞ്ഞാൽ ദെൻ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകും. പക്ഷേ അതിൻ്റെ സൈൻ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരുള്ളൂ. ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, ഇതിൻ്റെ അബവ് പോയാൽ. ബട്ട് ഫസ്റ്റ് കൺസോളിഡേഷൻ ആണ് മസ്റ്റ്. കൺസോളിഡേഷൻ വരണം ട്രയാങ്കിളിൻ്റെ. ഓക്കെ, എന്നിട്ടേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇനി വേഗം നമ്മൾ ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി പ്രോപ്പർ ചാനലാണ് ഉണ്ടോ, ഒരു ചേഞ്ചസ് ഇല്ല, ഒന്നും പറയണ്ട.
ഇന്നലെ തന്നെ കൊടുത്ത ചാനലാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഈ വേവ്സിൻ്റെ കൗണ്ടിങ് നമ്മൾ ചെയ്യണമെങ്കിൽ പ്രോപ്പർ 1 2 3 4 ബൗൺസ് ആൻഡ് 5th. ഓക്കെ, ഇനി സപ്പോർട്ട് വരുന്നത് ഇതാണ്. ഇതിൻ്റെ ബിലോ ഫർദർ ഫോർവേഡ് റെസിസ്റ്റൻസ് ഇതുണ്ട്. ഇതിൻ്റെ ബ്രേക്കൗട്ട് തരാണെങ്കിൽ പിന്നെ ഈ ഫർദർ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ ബ്രേക്കൗട്ട് തരികയാണെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ലൊരു മൂവ് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടേണ്ടതാണ്. പിന്നെ ഓക്കെ, ഇതിൻ്റെ ഈ പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് തരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഗുഡ്, കുഴപ്പമില്ല. ബട്ട് ഇതിൻ്റെ ബ്രേക്കൗട്ട് തരണം, എന്നിട്ട് അതിൻ്റെ അബോവ് സസ്റ്റെയിൻ ആവണം ഈ ചാനലിൻ്റെ. ഓക്കെ, നല്ലൊരു നല്ല മൂവ് ഇതിൻ്റെ അബോവ് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ ചാനലിലാണ്, ചാനൽ നോക്കിയിട്ടേ നമുക്ക് എന്തെങ്കിലും ഫർദർ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ സെൻസെക്സ് പോകാം. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെ ഒരു ചേഞ്ചസും വരുത്താനില്ല എനിക്കിതിനകത്ത്. നമ്മുടെ തന്നെ നിഫ്റ്റിയുടെ തന്നെ കോപ്പി ചെയ്യാറുള്ളൂ മോസ്റ്റ്ലി. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അബവ് തന്നെ ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഈ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇപ്പോൾ റെസിസ്റ്റൻസ് ആണല്ലോ ഇത് റെസിസ്റ്റൻസ് ആണ്. ദെൻ ആ ഒരു ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ റെഡ് ക്യാൻഡിൽ അത് റെസിസ്റ്റൻസ് ആണ്. ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ എപ്പോഴും റെസിസ്റ്റൻസ് ആയിരിക്കുള്ളൂ കേട്ടോ. അത് റെഡാക്കി. പിന്നെ ആ ഒരു ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആണ്. ഓർഡർ ബ്ലോക്ക് കൂടിയാണ് ഇവിടെ, ഓർഡർ ബ്ലോക്കാണ് കാണുന്നത് കേട്ടോ. OB യെസ് 80,500 ബിലോ. ഈ ലോ ഇതിൻ്റെ ബിലോ മാത്രമേ ഫർദർ ഡൗൺ സൈഡ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ വന്ന് വീണ്ടും 1 2 3 കൗണ്ട് ചെയ്യും. ഇപ്പോൾ പോയിരിക്കുന്നത് 1 2 3 4 സ്മോൾ. ഇനി 5th ഉണ്ട്. 5th കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടോ. ദെൻ മുകളിലേക്ക് പോവുള്ളൂ. ഓർ താഴേക്ക് വന്നിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴേക്ക് തന്നെ പോവുള്ളൂ. പിന്നെ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, താഴത്തെ ലെവൽ സൈസിങ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. യെസ് അതിനകത്തുണ്ടല്ലോ. ഈ ലോ ആയി ഈ ഏരിയ ഫുൾ ഏരിയയിൽ കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ. സ്മോൾ സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ചെറിയൊരു സ്മോൾ സപ്പോർട്ടാണ്. 80,170 80,170 ചെറിയൊരു സ്മോൾ സപ്പോർട്ടാണ്. 50 മിഡ് ക്യാപ് സെലക്ട് പോകാം. 50 മിഡ് ക്യാപ് സെലക്ട്. യെസ്, ഓക്കെ. പ്രോപ്പർ ഈ ഇന്നലെ ഷെയർ ചെയ്ത ലെവലാണ് പ്രോപ്പർലി ഉണ്ടോ. ഇവിടുന്ന് ലോ ആൻഡ് ബൗൺസ് എൻ്റെ പാറ്റേൺ ഫോം ചെയ്തായിരുന്നു. ഇത് ഇവിടെ തന്നെ ഇതുകൊണ്ടോ ശരി കാണുന്നുണ്ട്. ഇനി ഫർദർ അപ്പ് സൈസിൻ്റെ ബിലോ ആണ്. ബാക്കി ലെവൽസ് ഇതിനകത്ത് ചേഞ്ചസ് ഒന്നുമില്ല. റെസിസ്റ്റൻസ് ഐ തിങ്ക് ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ. ബാക്കി റെസിസ്റ്റൻസ് ഒക്കെ പ്രോപ്പർലി റീച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബ്രേക്കൗട്ട് തരുകയാണെങ്കിൽ ഫർദർ അപ്പ് മൂവിങ് സ്ലോലി അപ്പ് മൂവ് കിട്ടും. ഇവിടെ ND പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. സോ ബൗൺസ് വരേണ്ടതാണ്. ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. 12,400 ബിലോ പോകാൻ പാടില്ല. കറക്ഷൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. ഇവിടുന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ 1 2 നോക്കാം. ഇതിൻ്റെ ബ്രേക്കൗട്ട് ഈ ലൈനിൻ്റെ ബ്രേക്കൗട്ട് തരുകയാണെങ്കിൽ ഫർദർ അപ്പ് സൈഡ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ കൺസൾട്ടേഷൻ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് തന്നെ കൺസൾട്ടേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.